നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനഗരം. എൻ്റെ ചാനൽ NANR സ്കൂൾ ഓഫ് ഹിസ്റ്ററി. ഈ ചാനലിൽ നമ്മൾ ശുദ്ധബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, സത്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സത്യാന്വേഷണം, സത്യം അന്വേഷിക്കാൻ പറ്റുമോ, എങ്ങനെ കണ്ടെത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പല സബ്ജക്റ്റിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ പലപ്പോഴും ചോദ്യമായിട്ട് നമ്മുടെ ഉള്ളിലും നമുക്ക് ചുറ്റുമുള്ള ഒരു അഭിപ്രായം പറയുന്ന ഒരു മേഖല. ഉദാഹരണത്തിന്, നമ്മളുടെ വീട്, നമ്മുടെ സമൂഹം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? ഇവിടെല്ലാം നമ്മൾ നിശബ്ദമായി മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടെല്ലാം നമ്മൾ മാറ്റത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രവൃത്തി മാർഗമെന്ന് പറയും, ഒന്ന് നിവൃത്തി മാർഗം, അല്ലെങ്കിൽ ആക്ഷനും ഇനാക്ഷനും. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ആക്ഷനാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ ഇത് ഇനാക്ഷനാണ്. അതായത് ഒന്ന്, നമ്മൾ മനസ്സ വാച കർമ്മണ ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ, ആക്ഷൻ എടുത്താൽ അതൊരു മാർഗം. ഇനിയൊരു മാർഗം, നമ്മളൊന്നും എടുക്കുന്നില്ല, ഒരു ആക്ഷനും എടുക്കുന്നില്ല, എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. ഇത് ഇനാക്ഷനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സത്യാന്വേഷണത്തിൽ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇതിലേതാണ് ശരി എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ നമ്മൾ അവസരത്തിലും അനവസരത്തിലും പല സ്ഥലത്തും പ്രവർത്തിക്കുകയും പല സ്ഥലത്ത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് പറയും? എന്ത് പറയാനോ, ഒന്നുമില്ല, ഇവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ, പിന്നെ എനിക്കെന്താ ചെയ്യാനുള്ളത്, ഞാനൊന്നും ചെയ്യണ്ട എന്ന് നമ്മൾ പറയും. നമുക്ക് ഇന്ത്യയിൽ ഉദാഹരണം പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് മഹാത്മാഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധിജി ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ആളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരാളുമാണ്. പിന്നെ ശ്രീനാരായണ ഗുരു, ഏതാ, ഒരു ജാതി ഒരു മതം എന്ന് ജന്മികളോട് പോരാടി ക്ഷേത്രപ്രവേശനം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത ഒരാളാണ്. ഓക്കെ, അതാണ് ആക്ഷന്. നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ പറയാവുന്നു. ഇനി നമുക്ക് ഇനാക്ഷൻ സൈഡിൽ പറയാം. രമണ മഹർഷി ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. വരുന്നവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇനാക്ഷനാണോ ആക്ഷനാണോ? നമ്മൾ നോക്കുമ്പോൾ അത് ഇനാക്ഷനാണ്. ഒന്നും ചെയ്യുന്നില്ല. അവിടെ എന്തുകൊണ്ടാണ്? അവിടെ ശുദ്ധബോധത്തിൽ തന്നെയാണ്. ശുദ്ധബോധത്തിലെല്ലാം പൂർണ്ണമാണ്. അവിടെ എനിക്ക് എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. അപ്പം അത് ശരിയാണോ? അത് ശരിയാണ്, ശരി. അപ്പോൾ മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ചെയ്തത് ശരിയാണോ? അവർ ചെയ്തത് പ്രവൃത്തിയാണ്. പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടായി കാണേണ്ടി വരും. വിധു കൃഷ്ണമൂർത്തി പ്രവൃത്തി ചെയ്തിട്ട് പ്രഭാഷണമേ ചെയ്തോളൂ. ലോകമഹായുദ്ധം നടന്നപ്പോൾ യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിധു കൃഷ്ണമൂർത്തി ചോദിച്ചു, ഏത് യുദ്ധം? രമണ മഹർഷി എടുത്ത് മഹാത്മാഗാന്ധി ചെയ്യുന്ന, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കണ്ടേ, സ്വാമി സഹായിക്കണം എന്ന് പറഞ്ഞപ്പം, എന്ത് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് രണ്ട് സ്കൂൾ ഓഫ് തോട്ട്. ഇത് നല്ല ഒന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇല്ല, കൂടുതൽ വായിക്കരുത്, കൂടുതൽ വായിച്ചാൽ ഭ്രാന്തായി പോവും എന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ്
അതിൽ വായന നിർത്തും. നിങ്ങൾക്ക് വായനയില്ലെങ്കിൽ നിങ്ങൾ മണ്ടനാവും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും പഠിക്കാതെ നമ്മൾ ന്യായീകരണ തൊഴിലാളികളാണ്. നമുക്ക് കുറച്ച് ന്യായമുണ്ട്. ഇന്നതൊക്കെ ശരി, ഇന്നതൊക്കെ തെറ്റ്. ഞാൻ ശരി, ബാക്കിയുള്ളവർ തെറ്റ്. സൈക്കോളജിയിൽ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റാണ്, ബാക്കി ആരും പെർഫെക്റ്റ് അല്ല. വേറൊരു പാട്ടുണ്ട്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. ഇവിടെ അങ്ങ് ഒന്നും ശരിയല്ല, ഇവിടെ അങ്ങ് ആരും നന്നാവത്തില്ല. ഇനി അടുത്ത എന്താ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഇതാണ് സത്യാന്വേഷണത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അടിമകളാണെന്നേ. നമ്മുടെ കയ്യിൽ കുറേ പുസ്തകമുണ്ട്. ഇത് വായിച്ചിട്ട് എന്തൊരു അനുഭൂതിയാണ് രാവിലെ ഇതെടുത്ത് വായിക്കുന്നത് നമുക്ക് കിട്ടുന്നത്. ഇത് സിഗരറ്റ് പിടിക്കുന്നതിന് വെള്ളം പിടിക്കുന്നു അഡിക്റ്റഡ് ആയതുപോലെ നമ്മളിതിൽ അഡിക്റ്റഡാണ്. അപ്പം നമ്മുടെ ചോദ്യം, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്കെന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുണ്ടോ? മനസ്സാ വാച കർമ്മണ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണോ വേണ്ടി? ഇതാണ് ചോദ്യം. അപ്പം അതിനുത്തരം ആക്ഷൻ ഇൻ ഇനാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു, മാറ്റത്തിന് വേണ്ടിയും അതിനു വേണ്ടി പ്രവൃത്തി ചെയ്യുന്നു. പക്ഷേ അതിലും നമ്മളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈഗോ, ഞാനെന്ന ഭാവം ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് സെൽഫ്ലെസ് എന്ന് പറയുന്നത്. അതാണ് സെൽഫ്ലെസ്. സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇല്ലാതെ ചെയ്താൽ അത് കോൺഷ്യസ്നെസ്സാണ്. ശ്രീനാരായണ ഒരു അമ്പലം പണിഞ്ഞു, സ്കൂള് പണിഞ്ഞു, ആ ലെവലിൽ നിന്നാണെങ്കിൽ, ആണെന്നോ അല്ലെന്നോ നമ്മൾ തീരുമാനിക്കണ്ട, ആണെങ്കിൽ നല്ലത്. മഹാത്മാഗാന്ധിജി ഈ അവസ്ഥയിലാണ് ചെയ്തതെങ്കിൽ നല്ലത്. നമ്മുടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണം, ബാക്കിയുള്ളവരെ വിട്ടേക്കുക. അതൊക്കെ നമ്മുടെ കേസ് സ്റ്റഡീസാണ്, മനസ്സിലാവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിലെന്താ, നമ്മൾ പൂർണ്ണതയിലെത്തി. പൂർണ്ണമല്ലാതെ ഇവിടെ ഒന്നുമില്ല, എല്ലാം പൂർണ്ണമാണ്. ഓൾ ഇസ് എനർജി. എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ് ഓർ ക്രിയേറ്റഡ്. അപ്പോൾ എനർജിയൊക്കെ സത്യം. ക്വാണ്ടം ഫിസിക്സിൽ ഒരു സ്റ്റേജ് കൂടെ അഡ്വാൻസ് ചെയ്ത് പറയുന്നുണ്ട്, എല്ലാം കണക്റ്റഡാണ്. ലോകത്തെ എല്ലാ ജീവജാലങ്ങളും കണക്റ്റഡാണ്. അപ്പോൾ മറ്റൊന്നില്ല. പൂർണ്ണ അവസ്ഥയിലെത്തിയ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? പ്രവർത്തിക്കാൻ പോയിട്ട് അയാൾക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. സ്വയം അവരോട് തന്നെ സംസാരിക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് സംസാരിക്കുന്നവരെ ഭ്രാന്താശുപത്രി കൊണ്ടിടത്തില്ലേ? ഇല്ല. അപ്പം സ്വന്തമായി പോലും സംസാരിക്കേണ്ടി വരത്തില്ല. അതാണ് നിർവൃതി എന്ന് പറയുന്നത്. അതാണ് തൃപ്തി എന്ന് പറയുന്നത്. അതാണ് പരമമായ ആനന്ദം. സാധാരണ ബ്ലിസ്സല്ല, എറ്റേണൽ ബ്ലിസ്. എല്ലാ സ്ഥലത്തും വ്യാപിച്ച് കിടക്കുന്ന ആ പരമാനന്ദം, ആ ലഹരി, ആ സൗന്ദര്യത്തിൻ്റെ ലഹരി, ആ അറിവിൻ്റെ ലഹരി, അതാണ് ആത്മീയത, അതാണ് സത്യം. ഇതൊന്നും പഠിക്കാതെ ഇവിടെ യുദ്ധം നടത്തുകയാണ്. അത് എന്തിൻ്റെ പേരിലായിക്കോട്ടെ, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ആയിക്കോട്ടെ, നിയമത്തിനെതിരെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ലോകം എടുത്ത് നോക്കിയേ, എല്ലാ രാജ്യങ്ങളിലും പല രീതിയിലുള്ള സംഘർഷം നടക്കുകയാണ്. എന്താണ്? മാറ്റത്തിന് വേണ്ടിയുള്ള സംഘർഷം. ഏതാ മാറ്റത്തിന് വേണ്ടിയുള്ള സംഘർഷം? ഇതേ ലോകത്ത് തന്നെ പല സ്ഥലത്തും യുദ്ധം നടക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ യുദ്ധം നടക്കുകയാണ്. ദിവസം 5000 പേര് പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴാണ് ഇവർ എന്തിനോ എതിരെ യുദ്ധം ചെയ്യുന്നു, എന്തിനോ എതിരെ പ്രകടനം ചെയ്യുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ
വളരെ രസകരമായ എന്താണ് കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം. ഇത് വെച്ചിട്ടുള്ള കളികളാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഇതല്ല ആത്മീയതയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ വളരെ സിമ്പിളാണ്. എന്താണ്? ഒരു ചേർത്തടിച്ചാൽ മറിച്ചൊരു കാണിക്കുക, അത്രയേ ഉള്ളൂ. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം നീ നിന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ ആ നിന്നെപ്പോലെ നീ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമോ, നീ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? അതാണ് അതിൻ്റെ ഗസ്റ്റ്. അവനവൻ എന്തിനു വേണ്ടി പ്രയത്നിക്കുന്നു? സമ്പത്തിന് വേണ്ടി. പിന്നെന്താണ്? അധികാരത്തിന് വേണ്ടി. പിന്നെന്തിനാണ്? പിന്നെ ആക്രാന്തത്തിന് വേണ്ടി. അപ്പോൾ ഇതിൽ പ്രവൃത്തി എന്നാണോ പറയുന്നത്? ഇതിന് വിവരമില്ലായ്മയെന്ന് പറയും. അപ്പോൾ ഇതൊന്നും പഠിച്ചിട്ടില്ല. സ്വന്തമേ എന്ത് ചെയ്യണമെന്ന് പഠിക്കാത്തവൻ നാട്ടുകാർക്ക് വേണ്ടി പ്രകടനം നടത്താനും ഉപദേശിക്കാനും തർക്കിക്കാനും വാദിക്കാനും നടക്കുകയാണ്. എന്താ പറ്റും? സ്വയം നശിക്കുക എന്ന് പറയുന്നില്ലേ? തലേ മണ്ണ് വാരിയിട്ടിട്ട് മണ്ണ് വീണു എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണ്? എൻ്റെ കുരങ്ങൻ്റെ പൂമാല കൊടുത്തതുപോലെയാണ്. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സാധനത്തിന് നമ്മുടെ മനസ്സെന്നുള്ള കുരങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ്, എൻ്റെ ശരീരം, ലോകം എന്താ ഇങ്ങനെ, ഇവന്മാരെന്താ പഠിക്കാത്ത, അവരെന്താ പഠിക്കാത്ത, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാരോട് പറയുന്നു? അത് സമൂഹം നമുക്കെതിരെ കുത്തിവെച്ചിട്ടുള്ള വിഷമാണ്. എന്ത് വിഷം? പേടിപ്പിക്കുകയാണ്. അമ്പലത്തിൽ പോയില്ലെങ്കിൽ ദൈവം ദേഷ്യപ്പെടും, ഇന്നത് ചെയ്യണം, അന്നദാനം ചെയ്യണം, പൈസ കൊടുക്കണം, ഇങ്ങനെയൊക്കെ കുറേ തിയറികൾ പറയുക. എന്തിനാ? അവരുടെ വയറ്റുപഴപ്പിനാ. അവരുടെ പുസ്തകം വിൽക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിന് നമ്മൾ പൈസ കൊടുക്കണം. ഉള്ളവനില്ലാത്തവന് കൊടുക്കണം. ഇതെന്തോന്നും ഉള്ളവനും ഇല്ലാത്തവനും. ഇങ്ങനെ കുറേ ഡയലോഗുകളുണ്ട്. ഇവിടെയൊക്കെ എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള വകയുണ്ട്, താമസിക്കാനുള്ള സ്ഥലമുണ്ട്. പണ്ട് കാലത്തെ ഇതുണ്ടായിരുന്നു. പണ്ടിത് രാജാവ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് ഈ ഭിക്ഷാടനം? ഇന്നും ലോകത്തെ വലിയ വലിയ ആൾക്കാർ ഒരു വർഷത്തിലൊരിക്കൽ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, അവർ ഫ്ലൈറ്റിൽ ജെറ്റ് പ്ലെയിനിൽ സ്വന്തം ഫ്ലൈറ്റിൽ ഇറങ്ങി ഡൽഹിയിൽ ഇറങ്ങിയിട്ട് 30 ദിവസം ഒരു പൈസയും ഒന്നുമില്ലാതെ അവർ ഭിക്ഷാടനം നടത്തും. അവരെവിടെ കിടക്കുന്നു? അവരെവിടെ നിന്ന് ഭക്ഷിക്കുന്നു? അവരുടെ ജീവിതാനുഭവം പുസ്തക ഫോർമാറ്റിലുണ്ട്, നെറ്റിലുണ്ട്, വായിക്കണം. എന്തിനാണ്? ഇവിടെ ശരിക്കും ഒന്നും ചെയ്യാനില്ല. പ്രകൃതി പക്ഷികൾക്കും മൃഗങ്ങൾക്കും എങ്ങനെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നു, അതേപോലെ മനുഷ്യർക്കും ഉണ്ട്. ഇതവന് തിരിച്ചറിവില്ല. ഇതാണ് സന്യാസത്തിലെ ഭിക്ഷാടനം എന്നിവർ പറയുന്നത്. ഇതൊന്നും അല്ല കാര്യം. എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം, എങ്ങനെ വഴക്ക് കൂടാം, എങ്ങനെ യുദ്ധം ചെയ്യാം? മറ്റൊരാളോടല്ല. നമ്മൾ ചെയ്യുന്ന വയലൻസ് നമ്മൾ നമ്മളെ തന്നെയാണ് ആക്രമിക്കുന്നത്. അതെങ്ങനെ? നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് നമ്മുടെ സത്യത്തിനെതിരെ നമ്മൾ പോരാടുകയല്ല, നമ്മൾ ആക്രമിക്കുകയാണ്. ദിവസം തോറും അതിനെ ടോർച്ചർ ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ് ശരീരത്തിന് സുഖമില്ല, മനസ്സിന് സുഖമില്ല. അതങ്ങനെ സുഖം വരും? നിങ്ങളെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ സംഭവിക്കും. നിങ്ങളെന്താണോ സംസാരിക്കുന്നത് അത് തന്നെ സംഭവിക്കും. അപ്പം അതിനാണ് പറയുന്നത്, നല്ലത് ചിന്തിക്കുക, നല്ലത് സംസാരിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതിനാണ് ഈ ആത്മീയ നോളജ്, അല്ലെങ്കിൽ ഈ ആത്മീയമായിട്ടുള്ള നോളജ്. അത് തിയറി പഠിച്ച് പരീക്ഷ പാസ്സാവാനല്ല, അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് ഇൻ്റലിജൻസ് ആവുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇൻ്റലക്റ്റിലാണ്. ഇത് പല രീതിയിൽ പലരുമൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞു നോക്കുന്നവർക്ക് അനുഭവമുള്ളവരാണോ? 99% സംസ്കൃതവും ഇംഗ്ലീഷും പഠിച്ച് തത്തമ്മേ പൂച്ച പൂച്ച ഇന്നാൾ പറഞ്ഞതാണ്. അത് ഇന്നാൾ പറയുന്നത് നമുക്ക് വായിച്ചാൽ പോരെ. എല്ലാ ഭാഷയിലും ഇന്ന് ട്രാൻസ്ലേഷനുണ്ട്. പിന്നെന്താ?
അപ്പം ടെക്നോളജി മാറി. പണ്ട് നമുക്ക് പുസ്തകങ്ങൾ കിട്ടുന്നത് തന്നെ പാടായിരുന്നു. ഒരു പ്രഭാഷണം കിട്ടണമെങ്കിൽ ഒരാളെ കാണണമെങ്കിൽ നമ്മൾ ഹിമാലയം വരെ പോകണമായിരുന്നു. ഇന്ന് എവിടെയും പോകണ്ട. എന്നിട്ടെന്താ മനുഷ്യൻ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ? ഒരു മാറ്റവും സംഭവിച്ചില്ല. ഞാൻ നോക്കിയിട്ട് ആകെയുള്ളൊരു മാറ്റം എന്തോ, കൊച്ചിലെയും ഫോണുണ്ടായിരുന്നു, ഇപ്പോഴും ഫോണുണ്ട്. ആകെ അതിനൊരു വയറുണ്ട്, ഇപ്പോൾ വയറില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. അന്നും എ സി ഉണ്ട്, ഇന്നും എ സി ഉണ്ട്. എ സി എല്ലാവരുടെ വീട്ടിലുമില്ല, ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. പിന്നെന്താ, ഫ്രിഡ്ജ് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും ഇല്ല, ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. അപ്പോൾ എന്താ, അന്ന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ഇന്ന് ദാരിദ്ര്യമില്ല കേരളത്തിൽ. പിന്നെന്താ മാറ്റം? സമാധാനമുണ്ടോ? ശാന്തിയും സമാധാനവും ഉണ്ടോ? അത് നമ്മൾ ഓരോ വ്യക്തികളെയും നോക്കിയാൽ അറിയാം. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അയാൾ തൃപ്തനാണെങ്കിൽ അയാളുടെ വാക്കിൽ നിന്ന് മനസ്സിലാവും യഥാർത്ഥത്തിൽ തൃപ്തനാണെങ്കിൽ. യഥാർത്ഥത്തിൽ തൃപ്തനല്ലെങ്കിൽ അയാൾ ആത്മീയ നോളജ് പറഞ്ഞിട്ട് അയാൾ തൃപ്തനാണെന്ന് പറയും. ശരിക്കും അയാൾ തൃപ്തനല്ല. ഒരു തിയറിയും പറയാതെ ഒരാൾ തൃപ്തനാണോ ഇല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് സത്യം. ഇനി വേറൊരാൾക്കും മാർക്ക് കൊടുക്കണ്ട. നമ്മൾ നമുക്ക് തന്നെ മാർക്ക് കൊടുക്കണം. നമ്മൾ ഈ പരീക്ഷ പാസ്സായോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. വളരെ സുന്ദരമായ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയം മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ പൂർണ്ണതയിലാണോ അല്ലയോ? നമ്മൾ ഈ വളയത്തിനാണോ വളയത്തിന് പുറത്താണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് പ്രയോജനം ഉണ്ടാകാൻ തോന്നുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.